എടി നിനക്ക് എത്ര മാർക്കുണ്ട്? എടി എനിക്ക് 40 മാർക്കേ ഉള്ളടി. ഒരു അര മാർക്ക് കൂടി എനിക്ക് കിട്ടാനുണ്ട്. ടീച്ചറിനോട് ചോദിച്ച് വാങ്ങിക്കണം. ആകെ കൂടെ 3.5 മാർക്ക്. ഇനി അതിൽ കൂടിയാലും കുറഞ്ഞാലും കിട്ടാനൊന്നുമില്ല. എടുത്തു വെച്ചേക്കാം. അയ്യോ 35 മാർക്കോ? അതും കണക്കിന്. എടി കഴിഞ്ഞ വട്ടം നിനക്ക് 1.5 മാർക്കല്ലേ എടി കണക്കിന് കിട്ടിയത്. ഇന്ന് എങ്ങനെയാണ് 35 മാർക്ക് കിട്ടിയത്? ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നീ കോപ്പി അടിച്ചല്ലേടി എഴുതിയത്. 35 മാർക്ക് കിട്ടാൻ നിനക്ക് ഒരു വഴിയില്ല. നിനക്ക് എന്നിന്റെ കയ്യിൽ എന്തോ കള്ളത്തരുണ്ട്. ആ പേപ്പർ കാണിച്ച് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ മാർക്ക്. എന്തിന്? ഇല്ല ഇല്ല, എന്റെ പേപ്പർ ഞാൻ തരത്തില്ല. പോയി താടി നോക്കട്ടെടി. നീ പഠിച്ച എഴുതിയെങ്കിലും നിന്റെ പേപ്പർ ഞാൻ നോക്കുന്നോണ്ട് എന്താ അത്ര കുഴപ്പമിരിക്കുന്നത്? നിന്റെ പേപ്പർ ഇങ്ങോട്ട് വന്ന് താൻ, ഞാൻ നോക്കട്ടെ എത്ര മാർക്ക് ഉണ്ടെന്ന്. ഇങ്ങോട്ട് തരാന്നല്ലേ പറഞ്ഞത്? ഞാൻ നോക്കട്ടെ നിന്റെ മാർക്ക്. ഒരു ഉത്തരം തന്നെ 2 പ്രാവശ്യം എഴുതിയേക്കുന്നു. അതിന് 5 മാർക്ക് കൂടുതൽ കിട്ടിയേക്കുന്നു. ഒരു ഉത്തരം തന്നെ 2 പ്രാവശ്യം എഴുതി വെച്ചേക്കുന്നു. ടീച്ചറിനെ പറ്റിച്ച് 5 മാർക്ക് കൂടുതൽ മേടിച്ചല്ലേ നീ? നിനക്ക് 30 മാർക്കല്ലേ ഈ പ്രാവശ്യം ഉള്ളൂ. ബാക്കിയൊക്കെ കോപ്പി അടിച്ചായിരിക്കും, എന്നാലും 30 മാർക്കേ നിനക്ക് ഈ പ്രാവശ്യം ഉള്ളൂ. 5 മാർക്ക് നിനക്ക് നീ ആണെങ്കിൽ ഒരു ഉത്തരം തന്നെ 2 പ്രാവശ്യം എഴുതി വെച്ച് ടീച്ചറിനെ പറ്റിച്ച് 5 മാർക്കും കൂടെ വാങ്ങിച്ചു. ആര് പറഞ്ഞു തന്നാലും ഈ കള്ളത്തരം നിനക്ക് കാണിക്കാനായിട്ട്? എന്നിട്ട് നീ പേപ്പർ തരത്തില്ലെന്ന് പറഞ്ഞ് എന്നോട് തർക്കിക്കാൻ നിൽക്കുന്നു. എന്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കത്തില്ല. ഈ ക്ലാസ്സില് എന്റെ മാർക്കിന്റെ ഒപ്പം ആരും എത്തത്തുമില്ല. കള്ളത്തരത്തിൽ ആരും മാർക്ക് മേടിക്കത്തുമില്ല. ഏയ് അങ്ങനെ വരാനൊരു വഴിയില്ല. ഞാൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ എഴുതി. ഞാൻ ഇത്തവണ പഠിച്ചിട്ട് തന്നെ എഴുതിയത്. എപ്പോഴും ഒരാൾ തോറ്റിരിക്കുമെന്നാണോ നീ വിചാരിച്ചത്? നീ മാത്രമുള്ളോ ഈ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റായിട്ട്? വേറെ എത്ര പെമ്പിള്ളേരുണ്ട് പഠിപ്പിസ്റ്റായിട്ട്? അവരാരും മറ്റുള്ളവരുടെ പേപ്പറിനകത്ത് ഇടപെടുന്നില്ലല്ലോ. നീ എന്തിനാണ് എന്റെ പേപ്പറിന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് 35 മാർക്കാണല്ലോ കിട്ടിയത്. നിനക്ക് അതിൽ കൂടുതലല്ലേ? നിനക്ക് അതുകൊണ്ടിരുന്നാ പോരെ. നീ എന്തിനാ എന്റെ പേപ്പർ നീ തരത്തില്ല? പൊടി, ഞാൻ തരത്തില്ല എന്റെ പേപ്പർ. അവള് നോക്കാൻ വന്നേക്കുന്നു. ടീച്ചറേ ടീച്ചറേ, ഇവക്ക് 5 മാർക്ക് കൂടുതലുണ്ട്. ഇവളൊരു ഉത്തരം 2 പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നു ടീച്ചറെ. ശരി, ആരാത്? ഉണ്ണിമേരിയാണോ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? എന്നെ പറ്റി 5 മാർക്ക് കൂടുതൽ ഇത് മേടിച്ചോ? പേപ്പർ ഇവിടെ കൊണ്ടുവരൂ, നോക്കട്ടെ. അതെല്ലോ, ഒരു ഉത്തരം തന്നെ 2 പട്ട് എഴുതി. 10 മാർക്ക് കൂടുതല്. അല്ല, 5 മാർക്ക് കൂടുതല്. അത് ശരിയാകത്തില്ലല്ലോ അങ്ങനെ. ടീച്ചർ, ആ മാർക്കും കൂടെ കുറച്ച് കഴിഞ്ഞാൽ എന്റെ 5 മാർക്ക് പോയി. പിന്നെ എനിക്ക് 30 മാർക്കുള്ളൂ ടീച്ചറെ. 35. അയ്യോ ടീച്ചർ, അയ്യോ. മിണ്ടരുത്, എനിക്കറിയാം. 30 മാർക്ക്, 35 മാർക്കില്ല, 30 മാർക്ക്. കൊണ്ടുപോവാ പേപ്പർ. ഇനി ആരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഒരു ഉത്തരം 2 പ്രാവശ്യം എഴുതിയിട്ട് ആരെങ്കിലും മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരണം. എല്ലാരും പേപ്പർ അടുത്തിരിക്കുന്നവരുടെ കയ്യിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ കൊടുക്കൂ. പരസ്പരം ചെക്ക് ചെയ്ത് കൊണ്ടുപോവാ. അതുകൊണ്ടെങ്കിൽ ഇങ്ങ് കൊണ്ടുപോവാ, ഞാൻ കുറച്ചിട്ട് തരും. അങ്ങനെ ആയാൽ പറ്റത്തില്ലല്ലോ. എന്തൊരു മനസ്സുഖം. അവളുടെ ആ കാറിൽ കേൾക്കാൻ തന്നെ എന്തൊരു സുഖം.